ഹായ് ഹലോ എല്ലാവർക്കും ഷാരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പീനട്ട് ബട്ടറാണ്. 2 ടൈപ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് ഒന്ന് ചോക്ലേറ്റും ഒന്ന് നമ്മുടെ സാധാരണ പീനട്ട് ബട്ടറും. ഇത് രണ്ടുമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കണ്ടില്ലേ, നല്ല സോഫ്റ്റ് നല്ല പീനട്ട് ബട്ടറാണ്. എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കപ്പലണ്ടി വറുത്തത് ഉണ്ടല്ലോ, അത് ഒരു 3/4 കപ്പുണ്ട്. ഇതുപോലെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം. പിന്നെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്, അത് 2 ടേബിൾ സ്പൂൺ. പിന്നെ ഹണി, തേൻ, അത് 2 ടേബിൾ സ്പൂൺ. ഇത് രണ്ടും വേണം. പിന്നെ കൊക്കോ പൗഡർ, അതൊരു 2 ടീസ്പൂൺ, അത്രയും മതിയാവും. നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിൽ ഈ കപ്പലണ്ടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക, അതിനുശേഷം നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് ഇടേണ്ടതാണ്. ഓക്കെ, നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ, പൊടിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോവാണ്. അതായത് ആദ്യം ഞാൻ ഹണി ഒഴിക്കുകയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ് ആണ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. വെജിറ്റബിൾ ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ആണെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആ ബട്ടർ പോലെ വരുന്നില്ലെങ്കിൽ ഓയിൽ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇത് അതുപോലെ ആയിട്ടുണ്ട്, കണ്ടില്ലേ. നന്നായിട്ട് കുറേ നേരം അരയ്ക്കണം കേട്ടോ. ഞാനത് കുറച്ച് മാറ്റാണ്. നമ്മൾ പീനട്ട് ബട്ടർ റെഡിയായി, കുറച്ച് മാറ്റാണ്. ഇനി കൊക്കോ പൗഡർ ചേർത്തിട്ട് നമുക്ക് ചോക്ലേറ്റ് പീനട്ട് ബട്ടർ ഉണ്ടാക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അടുത്തത് ഇത് കുറച്ച് മാറ്റിയിട്ട് അതിന് ശേഷം നമുക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അത് ഒരുപാടുണ്ട്, കുറച്ചിട്ടാൽ മതി. ഒരു 2 ടീസ്പൂൺ അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ അത്ര കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിനി മിക്സിയുടെ ജാറിൽ അതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. കണ്ടില്ലേ, നല്ല ചോക്ലേറ്റ് പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എളുപ്പമല്ല. അപ്പോൾ നിങ്ങൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.